ഈ ഡി എയുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ അനുകൂല സംഘടനകൾ, പ്രതിപക്ഷ സർക്കാർ സംഘടനകൾ പറയുന്നത് ഈ പറയുന്നത് പോലെ ഡി എ മുൻകാല പ്രാബല്യം ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പറയുന്ന പഴയ ഡി എ ഒക്കെ ലയിച്ചു പോയതാണ് മറ്റു പലതിലുമായി. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നില്ല എന്നൊരു ആരോപണം ഉന്നയിക്കുന്നു. അതിൻ്റെ പ്രസ്താവന കൈ കിട്ടിയിട്ടില്ല, പക്ഷേ ഇങ്ങനെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അല്ല, അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് അവർ പറഞ്ഞെങ്കിൽ. ഡി എ എങ്ങനെ ലയിച്ചു പോകുന്നത്? ഡി എ നേരത്തെ ഇപ്പം 2023 ജൂലൈ മാസത്തിൽ ഡ്യൂ ആയ ഡി എ, പക്ഷേ ആ ഡി എ കൊടുക്കുന്നത് 24 ജൂണിലാണെങ്കിൽ ഈ ഒരു വർഷക്കാലത്തേ ഉണ്ട്. അത് കൊടുക്കുമെന്നാണ് കേരളം പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് 1.5 വർഷക്കാലത്തെ ഡി എ കൊടുത്തില്ല കോവിഡ് സമയത്ത്. അവർ കൊടുത്തതുമില്ല, ഇപ്പോഴും കൊടുത്തിട്ടില്ല, അനൗൺസ് ചെയ്തിട്ടില്ല. ആ ഡി എ കൊടുത്തിട്ടില്ല. ഞങ്ങളങ്ങനെ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് ഡി എ നിങ്ങളുടെ അവകാശമാണ്, ആ ഡി എ തരും. അത് ഗഡുക്കളായിട്ട് അടുത്ത ഈ വർഷം തൊട്ട് കൊടുക്കും. ഈ പറഞ്ഞ ഏപ്രിൽ കഴിയുന്ന വർഷം അതിനകത്ത് ഒരു ഭാഗം 2-3 ഗഡുക്കളായിട്ട് 3-4 ഗഡുക്കളത്തിലാന്നുള്ള ഓർഡർ ഇറങ്ങിയിട്ടില്ല, അത് കൊടുക്കും. അത് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ലയിച്ചു പോയേ. എന്തെങ്കിലും പറഞ്ഞ് അവരുടെ സാധാരണ ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ജീവനക്കാർ വളരെ സന്തോഷത്തിലാവേണ്ട പല കാര്യങ്ങളും നമ്മൾ 2-3 വരികൾ വായിക്കാം. 2023 ജനുവരിയിൽ കൊടുക്കേണ്ട 4%, 2023 ജനുവരിയിൽ കൊടുക്കേണ്ട 4% കഴിഞ്ഞ ഒക്ടോബറിൽ അനുവദിച്ചത്. മുൻകാല പ്രാബല്യം കൊടുത്തതുമില്ല. ഇനി 3-3-3-2-2% വീതമായി 13% കൊടുക്കാനുണ്ട്. 30% കിട്ടേണ്ടടുത്ത് ഇപ്പോൾ കിട്ടുന്നത് 22%. ഫെബ്രുവരി 3 ശതമാനം അനുവദിക്കും, മാർച്ചിൽ കയ്യിൽ കിട്ടും. ബാക്കി 10% മാർച്ച് മാസത്തിൽ ശമ്പളത്തോടൊപ്പം കിട്ടും. ഇതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതെ 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 അതാണ് കിട്ടുന്നത്. അപ്പോൾ ആ കിട്ടുമ്പം നേരത്തെ ഉള്ള 2023 മുതൽ 24 വരെയോ പിന്നെ 2-5 മാസം 1 വർഷത്തിൻ്റെയൊക്കെ കഴിഞ്ഞ് കൊടുത്തോണ്ടല്ലോ, അത്രയും കൊടുക്കുന്നതിനാണ് ഡ്യൂസ് എന്ന് പറയുന്നത്. ആ കുടിശ്ശിക ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കുടിശ്ശിക കൊടുക്കാൻ 3-4 ഗഡുവായിട്ട് സർക്കാർ കൊടുക്കുമെന്ന് പറയുകയും ഇന്നത്തെ ബഡ്ജറ്റ് സ്പീച്ച് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യ ഭാഗം ഈ ഏപ്രിൽ കഴിഞ്ഞിട്ടുള്ള സാമ്പത്തിക വർഷം തന്നെ കൊടുക്കും. നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഇതേപോലെ ഉണ്ടായിരുന്ന കുടിശ്ശിക 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് അനൗൺസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കുടിശ്ശിക 25,000 കോടി രൂപയിലധികം ഉണ്ടായിരുന്നു. അത് മൊത്തം കൊടുത്തു തീർത്തത് ഈ 2ാം സർക്കാരാണ്. 25,000 കോടി രൂപ ആ കുടിശ്ശിക, 30,000 കോടി രൂപ ആ കുടിശ്ശിക കൊടുത്ത് തീർത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ കുടിശ്ശികയും അങ്ങനെ കൊടുത്ത ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴും നല്ല കെ കരുണാകരനാകുമ്പോഴും ആന്റണി ആകുമ്പോഴും ഉമ്മൻചാണ്ടി ആകുമ്പോഴും VS ആകുമ്പോഴും നയനാരാകുമ്പോഴും ഏത് സമയത്തും നടപടിക്രമം അങ്ങനെയാണ്. അതിനകത്തൊന്നും പുതിയ കാര്യമൊന്നുമില്ല. ഇതെല്ലാവർക്കും സർക്കാർ സർവീസിലുള്ളവർക്ക് അറിയാം. ഡി എ ഞങ്ങൾക്ക് തരുമെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് പറഞ്ഞാൽ മതി. ഇപ്പം നമ്മൾ പറഞ്ഞ് ഉറപ്പ് തരും, ആ കുടിശ്ശിക തരും. അതായത് ഇത്ര ഗഡുക്കളായിട്ട് കൊടുക്കും. ഏറ്റവും കുറഞ്ഞത് അടുത്ത ഇത്രയും ഡി എയും കൂടി ഇപ്പോൾ കൂട്ടിച്ചേർക്കുമ്പോൾ തന്നെ ഒരു 3,000 മുതൽ 10-20,000 രൂപ വരെ ഒരാൾക്ക് മാസത്തിൽ വരുമാന വ്യത്യാസം വരും. അത് വരും. അതോടൊപ്പം തന്നെ പഴയ കിട്ടാനുള്ളത് പിന്നെ ഗഡുക്കളായി കിട്ടും. അതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ തൃപ്തരായിരിക്കും, സന്തുഷ്ടരായിരിക്കും. അതേസമയം ശമ്പള വർധനവിനെക്കുറിച്ച് അവർ പറയുന്ന ഒരു കാര്യം, ഇതെന്തിനാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്? കുറച്ച് കൂടെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ 3 മാസം കൊണ്ട് പുതിയ ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് വരില്ല എന്ന് വ്യക്തമാണെന്ന് പറയുന്നു. താങ്കൾ മുമ്പ് പലയിടത്ത് പറയുന്നത് കേട്ടു, ഉറപ്പായിട്ടും വരും. പക്ഷെ നമ്മുടെ മുമ്പിൽ അങ്ങനെയല്ലല്ലോ ശമ്പള കമ്മീഷൻ റിപ്പോർട്ടുകളുടെ ചരിത്രം. അല്ല, 3 മാസം കൊണ്ട് ഇത് കണക്കുകൂട്ടി നടക്കാവുന്നതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് കാരണം ഇത് അത്യാവശ്യം ഡേറ്റ ഉണ്ട്. അതിൽ നടക്കുന്നത് എപ്പോഴും ഒരു കമ്മീഷൻ നിശ്ചയിച്ചിട്ട് ലാഗ് ചെയ്തിട്ട് വേണമെങ്കിൽ 6 മാസം കഴിഞ്ഞ് കൊടുക്കാം, 8 മാസം കഴിഞ്ഞ് കൊടുക്കാം. അത്യാവശ്യം വേണമെങ്കിൽ ഇതിനകത്ത് ഇത്രയും ഡേറ്റ അവരുടെ ഉണ്ട്. ഓരോ സംഘടനകളുടെ അഭിപ്രായങ്ങൾ കേൾക്കണം, അസസ് ചെയ്യണം, അവർ വിലയിരുത്തണം, കൊടുക്കണം. 3 മാസത്തിനകത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ 3 മാസത്തിനകം ഈ റിപ്പോർട്ട് വരുമെന്നുള്ളത് താങ്കൾക്ക് ഉറപ്പാണ്? താങ്കളത് ഇവിടെ വെച്ച് പറയാം, 3 മാസത്തിനകം റിപ്പോർട്ട് വരും. ഞാൻ പറയുന്നത്, ഞാനല്ലല്ലോ കമ്മീഷൻ മെമ്പർ, ഞാനല്ലല്ലോ കമ്മീഷൻ ചെയർമാൻ. 3 മാസത്തിനകം നൽകണമെന്നുള്ള അഭിപ്രായമാണ് ഗവൺമെൻറ് അവരോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആവശ്യപ്പെടും, അങ്ങനെ കമ്മീഷൻ വെക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ആ കമ്മീഷൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ സമയത്തിനകത്ത് അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഞാൻ ഉത്തരവാദിത്തോട് പറയുന്നു, അത് ഞങ്ങൾ ആവശ്യപ്പെടും. ഓക്കെ, ഈ സർക്കാരിൻ്റെ ഈ ഏറ്റവും അവസാനത്തെ ബജറ്റ്, ഇത് മുഴുവൻ അടുത്ത സർക്കാരിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ താങ്കൾ പറയും ആ ബാധ്യത ഞങ്ങൾ ആണല്ലോ ഭരണത്തിൽ വരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്തോളാം, പ്രതിപക്ഷം വിഷമിക്കണമെന്നൊന്നുമില്ല ഒക്കെ പറയുന്നു. പക്ഷേ കഴിഞ്ഞ ബജറ്റിലെ യഥാർത്ഥ കണക്കുകൾ നോക്കുമ്പോൾ SOTR സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂവിൽ 91,000 കോടി 91,000 crore ബജറ്റ് എസ്റ്റിമേറ്റ്. 83,000 കോടിയാണ് പിരിച്ചത്. അവിടെ തന്നെ ഒരു 7,500 കോടിയുടെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടാക്സ് ഗ്രോത്ത് ഇത്തവണ പക്ഷേ അതിലും വലിയ ടാർഗറ്റാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്.
വളരെ ശുഭാപ്തി വിശ്വാസത്തിൽ കൂടെ തന്നെയാണോ പറയുന്നത്, അതോ ഇതൊരു ഊഹക്കണക്കാണോ? ഊഹക്കണക്കല്ല, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഓരോ ഡീറ്റെയിൽസ് എടുത്ത് അവർ തരുന്നതാണ്. ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ചിലപ്പം ഇടിവ് വരാം, വർധന വരാം. GSTയുടെ താരിഫിനകത്തുള്ള വെട്ടിക്കുറവ് 7000 കോടി ഇടുന്ന GSTയുടെ റേറ്റ് വ്യത്യാസം വന്ന ഇപ്പോഴല്ലേ. GST റേറ്റ് വ്യത്യാസം വന്ന് ഇന്ത്യ ഗവൺമെൻറ്റിന് 2,33,000 കോടിയായിരുന്നു കഴിഞ്ഞ മാസം തൊട്ട് മുമ്പത്തെ മാസങ്ങളിൽ കിട്ടിയിരുന്ന GST എങ്കിൽ കഴിഞ്ഞ മാസം കിട്ടിയത് 2,33,000 വരെ 1,72,000 എത്ര കോടിയുടെ കുറവ്? GST എഫക്റ്റീവ് റേറ്റിനേക്കാളും 3% വെട്ടിക്കുറച്ചു GST റീസ്ട്രക്ചറിൻ്റെ ഓർഗനൈസേഷൻ്റെ ഭാഗമായി ആ റേറ്റിൻ്റെ. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് തന്നെ വന്നു. അപ്പോഴും ഞങ്ങൾക്ക് അത്രയും കുറവ് വന്നില്ല. ഞങ്ങൾ 3-4% അപ്പോഴും കൂടുതലായിരുന്നു. അവിടെ 20%-ലധികം കുറവ് വന്നു. ശരി, വസ്തുത അതാണ്. അടുത്ത വർഷം ഈ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയും വലിയ സ്റ്റേറ്റ്സിന്റെ സ്വന്തം ടാക്സ് റവന്യൂ കൂടുമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? അടുത്ത വർഷം ഈ പ്രശ്നമുണ്ടല്ലോ, GST കൂടുന്നില്ലല്ലോ, കുറയില്ലേ? വസ്തുത ഇതായിരിക്കെ ഇല്ല, വസ്തുത ഇതായിരിക്കുന്ന സ്ഥിതിയിൽ ഇപ്പോൾ ഇന്ത്യയിലെ കഴിഞ്ഞ 2 മാസം പല സംസ്ഥാനങ്ങളുടെയും നികുതി താഴോട്ട് പോകാത്തൊരു സ്റ്റേറ്റ് കേരളമാണ്. അപ്പോൾ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം നമ്മുടെ ബേസിക്കായ എംപ്ലോയ്മെൻറ്റും കൺസംഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഇൻക്രീസ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ പൊതുവിൽ ഇൻകം കൂടുകയും വരുമാനം കൂടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2021, 2022, 2023 വർഷങ്ങളിൽ നമുക്കൊരു സ്റ്റാഗ്നേഷൻ ഉണ്ടായിരുന്നു. 1,60,000 കോടിക്കടുത്ത് സ്പെൻഡിങ് ഉണ്ടായിരുന്നു. അത് 1,73,000 മേളിലായി അത് കഴിഞ്ഞ വർഷം. ഈ വർഷം അത് 1,95,000 ആവും. അടുത്ത വർഷം സ്വാഭാവികമായിട്ട് ആ വർധനയുണ്ടാവും. പിന്നീട് ഫിനാൻസ് കമ്മീഷൻ പോലെയുള്ള പുതിയ അവാർഡുകൾ, അവരുടെ അവാർഡ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും വരും. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ്ഫേഴ്സ് വ്യത്യാസം വരും. സാധാരണഗതിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന അനുസരിച്ചാണെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ശരി.